അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലെയും മൺചട്ടി ഉണ്ടാകും. മൺചട്ടി പുതിയതായിട്ട് വാങ്ങുന്നവരൊക്കെ ഈ രീതിയിൽ ഒന്ന് മായ്ക്കി നോക്കൂട്ടോ. അടുപ്പ് പോലും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മൺചട്ടി മായ്ക്കിയെടുക്കാം. ലൈവായിട്ടുള്ള റിസൾട്ടും കൂടിയുണ്ട്, ലൈവായിട്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൺചട്ടി മായ്ക്കുന്ന സമയത്ത് നമുക്കിതുപോലെ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ കേട്ടോ, ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും കൈ കൊണ്ട് തന്നെ നമുക്ക്, അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി കൊടുക്കുക. നമ്മുടെ ഓയിലായാലും വെളിച്ചെണ്ണയായാലും നമ്മൾ കുക്ക് ചെയ്യുന്ന ഭാഗത്തേക്കൊക്കെ എല്ലാ ഭാഗത്തും ഇതേ രീതിക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും താഴ്വശവും ഇതേപോലെ എല്ലാം അവിടെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് അടുപ്പ് പോലും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കണത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതാ മൺചട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് പച്ചവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, സാധാ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നിങ്ങൾ കയ്യിൽ എക്സ്പീരിയൻസ് ഡേറ്റ് കഴിഞ്ഞ പൊടിയൊക്കെ ഉണ്ടാവില്ല, ഗോതമ്പ് പൊടി, മൈദപ്പൊടി, അതുപോലെ കടലപ്പൊടി, ഏതായാലും കുഴപ്പമില്ല. ഇതുപോലെ എടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ആ വെള്ളത്തിൽ ചിലപ്പോൾ നമ്മൾ പൊടിയിടുമ്പോൾ കട്ടയൊക്കെ കുത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ഒരുപാട് കട്ടിയാകാൻ പാടില്ല, എന്നാൽ നമുക്ക് വെള്ളത്തിന് നന്നായിട്ട് ചൂടാകും വേണം. നമ്മൾ പൊടി ഉപയോഗിക്കണതുകൊണ്ട് തന്നെ നമുക്ക് കട്ടിയാകും. അപ്പോൾ ആ ഒരു കട്ടി വേണ്ട, ഞാനിപ്പോൾ ഇത് കാണിക്കുന്ന രീതിക്ക് ഒരു കട്ടിക്ക് മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ഇതാ അങ്ങനെ കാണാൻ പറ്റും, ശരിക്കൊരു കൊഴുപ്പ് പോലെയൊക്കെ ഉണ്ട് ആ വെള്ളം കേട്ടോ. നമ്മൾ പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നന്നായിട്ടൊരു കൊഴുപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമുക്ക് എടുക്കേണ്ടത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ചൂടും വേണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ നേരെ തന്നെ നമ്മൾ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് മൺചട്ടി മയക്കി എടുക്കണത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളും ചെയ്ത് നോക്കാം കേട്ടോ, ഈസി ടിപ്പാണ്. അങ്ങനെ നമ്മൾ തിളപ്പിച്ച വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം പറയണത് ഞാനിതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ, കയ്യിൽ തൊട്ടിട്ട് ഈ ഒരു കൊഴുകൊഴുപ്പ് വേണം കേട്ടോ. ആ ഒരു രീതിക്ക് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഒരു പശ പോലെയൊക്കെ ഉണ്ടാകും കേട്ടോ, അങ്ങനെ വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇതിനിപ്പോൾ 2-3 പ്രാവശ്യം ഈ ഒരു കയ്യിലും കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ചട്ടിയുടെ ഫുള്ളായിട്ടൊന്നും വെള്ളം വേണമെന്നില്ല, കഞ്ഞിൻ്റെ വെള്ളവും വേണ്ട. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു 5-8 പ്രാവശ്യം ഒന്ന് കയ്യിലും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിനി നന്നായിട്ട് തണുത്ത ശേഷം ഒന്ന് നമുക്ക് ഇത് വെറുതെ ഒന്ന് പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു സാധാ പച്ചവെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് നന്നായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്തും കൊണ്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് തുടച്ചെടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ, വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, അതേപോലെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത്, നമുക്ക് എല്ലാവർക്കും മൺചട്ടിയുടെ മണം ഇഷ്ടപ്പെടില്ല അല്ലേ, ഒരു മണ്ണിൻ്റെ മണം ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അതൊന്ന് നീക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുറച്ച് വാഴംപുളി കരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇനി വേണ്ടത് തൈരാണ് വേണ്ടത്. തൈര് ഇതിലേക്ക് 2 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് മണ്ണിൻ്റെ മണം ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ മണ്ണിൻ്റെ മണം പോകാൻ കുറച്ച് വാളംപുളിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തന്നെ നല്ലതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ മണ്ണിൻ്റെ സ്മെല്ലൊക്കെ ഏത് ഭാഗത്തുനിന്ന് വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഇതേ രീതിക്ക് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളിയും തൈരും എന്തായാലും നിങ്ങൾ എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഒട്ടും തന്നെ മണ്ണിൻ്റെ മണം ഉണ്ടാവില്ല. ഇനിയും ആദ്യത്തെ പോലെ തന്നെ നോർമൽ വാട്ടറിൽ വെറുതെ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക പെട്ടെന്ന്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ വേണം ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെ മണ്ണിൻ്റെ മണം ഒട്ടും തന്നെ ഉണ്ടാവില്ല, നന്നായിട്ട് ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടുട്ടോ. അങ്ങനെ നമ്മുടെ മൺചട്ടിയിലത്തെ മണ്ണിൻ്റെ സ്മെല്ല് നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി കഴുകിൻ്റെ രീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ മൺചട്ടി കഴുകണ രീതിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. 2.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഏത് പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തേച്ച് കഴുകണ സ്ക്രബ്ബർ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ക്രബ്ബർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് വേണ്ടത് 1/2 ഗ്ലാസ് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. പ്രത്യേകം ഇരുമ്പിൻ്റെ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കല്ലേ. നമ്മൾ ഇങ്ങനെ കഴുകണത് എന്താണെന്നോ, നമ്മൾ മൺചട്ടിയിലേക്ക് ഒരുപാട് ദ്വാരങ്ങളുണ്ട്. അപ്പോൾ സോപ്പോ ലിക്വിഡോ ഉപയോഗിച്ച് കഴുകുമ്പോൾ എന്തായാലും ആ ദ്വാരത്തിൻ്റെ ഉള്ളിലേക്കൂടെ പോകും. പിന്നെ നമ്മൾ ഭക്ഷണം ചെയ്യുന്ന സമയത്ത് ആ ദ്വാരത്തിൽ നിന്ന് സോപ്പോ ലിക്വിഡൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ചെയ്യുക. ഏത് പൊടികളും ഉപയോഗിച്ചിട്ട് കഴുകുക കേട്ടോ. മൈദപ്പൊടി, ഗോതമ്പ് പൊടി, കടലപ്പൊടി, അങ്ങനെ ഏത് പൊടിയും അരിപ്പൊടിയും എടുക്കുക. അങ്ങനെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മൺചട്ടി കഴുകിയെടുക്കാൻ. ഒരിക്കലും നിങ്ങൾ ലിക്വിഡോ സോപ്പോ ഇട്ടിട്ട് മൺചട്ടി കഴുകിയെടുക്കല്ലേ കേട്ടോ. നമ്മൾ ഭക്ഷണം ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല് പ്രത്യേകിച്ച് ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. ധാരാളം ഇതിൽ ദ്വാരങ്ങളുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇതേപോലെ ഏതെങ്കിലും ഒരു പൊടി ഉപയോഗിച്ചിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കറികളായാലും എന്ത് വെക്കുകയാണെങ്കിലും ഈ ഒരു റിങ്ങിൽ വേണം വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാവരുടെയും ഞങ്ങളുടെ നാട്ടിലൊക്കെ തെരുക്കുന്ന പറയാം കേട്ടോ. ഓരോ നാട്ടിൽ ഓരോ പേരാണ്. അപ്പോൾ എന്ത് വെക്കുകയാണെങ്കിലും ആ ഒരു തെരുക്കിൽ വേണം നമ്മൾ വെച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മൺചട്ടി ഇങ്ങനെ തെരുക്കിൽ വെക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് താഴത്ത് ഒരിക്കലും വെക്കല്ല കേട്ടോ. നമ്മൾ കറികളൊക്കെ എടുത്തിട്ട് വെയിറ്റോടെ കൂടിയിട്ട് നമ്മളെ കൈയൊന്നും താങ്ങലുണ്ടാവില്ല. ചിലപ്പോൾ നിറയെ തന്നെ കറി ഉണ്ടാവും. അപ്പോൾ വെയിറ്റ് താങ്ങാതെ പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ചിന്നിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു സെൻറ്റർ ഭാഗം തന്നെ പെട്ടെന്ന് ചിന്നിപ്പോകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ ഒരു തെരുക്കിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഉറപ്പായിട്ടും എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് മൺചട്ടി പൊട്ടാതെ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ നമ്മൾ മൺചട്ടി എന്നും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഒരുപാട് കാലം നമുക്ക് പൊട്ടാതെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് മൺചട്ടി ഉപയോഗിച്ചെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കാം. നമ്മൾ ഈ വെള്ളം നന്നായിട്ട് തന്നെ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം മതി. വീണ്ടും പിന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ കൈകൊണ്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നന്നായിട്ട് തന്നെ പഴക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മയക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തിക്കണ രീതിക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ച രീതിക്ക് തന്നെ ഞാൻ ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ലൈവായിട്ടൊരു ഓംപ്ലേറ്റ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു ഓംപ്ലേറ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മയക്കിയെടുത്ത ചട്ടി ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടാക്കണ മുന്നേ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ആഡാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട കേട്ടോ. കുറച്ച് മാത്രം മതി. നന്നായിട്ട് തന്നെ മയക്കി കിട്ടിയതല്ലേ. അപ്പോൾ ഒരു തുള്ളി മാത്രം മതി കേട്ടോ. ഇത്ര മാത്രം മതി. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ഞാനിത് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ഓംപ്ലേറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓംപ്ലേറ്റ് നന്നായിട്ട് ഒന്ന് ചൂടാകട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓംപ്ലേറ്റിൻ്റെ മേലെ കുറച്ച് ഞാൻ പെപ്പർ പൊടിയും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. പെപ്പർ പൊടി ഇതിൽ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പും പെപ്പർ പൊടിയും കൂടി ചേർത്തതാണ്. ഞാനിവിടെ മിക്സിങ് പൊടിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതും കൂടി കുറച്ച് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഓംപ്ലേറ്റാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പെപ്പറും ഉപ്പും കൂടിയിട്ട് ചേർത്ത് ഒന്ന് പൊടിച്ച് വയ്ക്കും. ഇങ്ങനെ പൊടിച്ച് വെക്കണവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മൾ ഓംപ്ലേറ്റ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണാൻ പോണത് ലൈവായിട്ടുള്ള റിസൾട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ എത്രത്തോളം നമ്മൾ ചട്ടിയിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ സൂപ്പറായിട്ട് ശരിക്കും നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമ്മളെ ചട്ടി മയക്കിയെടുത്തിട്ടുണ്ട്. ചിലവർ മൺചട്ടി മയക്കിയെടുക്കാൻ 1-2 ദിവസങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. എൻ്റെ മുട്ട പൊട്ടിപ്പോയിട്ടോ. അത് സാരമില്ല, ഞാനിതാ വീണ്ടും ഒന്നും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 ദിവസം കൂടുതലായിട്ടും വേണ്ടി വരും. ഞാൻ കാണിച്ച ഇതേ രീതിയിൽ നിങ്ങൾ മൺചട്ടി മയക്കി എടുക്കുകയാണെങ്കിൽ വെറും ഒരു ദിവസം മാത്രം മതി. അടുപ്പ് പോലും കത്തിക്കാതെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നോൺ സ്റ്റിക്ക് പാത്രം പോലെ ആക്കിയെടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നല്ലൊരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകൾ കാണാനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.